അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഹിറാ ഗുഹയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങി, ഇബാദത്തുകളിൽ മുഴുകി ഇരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്തു വെച്ചത്. അപ്പോൾ ഹിറാ ഗുഹയിലേക്ക് നമുക്കറിയാം അത്രയും ദൂരം നടന്ന് യാത്ര ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം. റസൂൽ ഇന്ന് മറവയുടെ ഒക്കെ ഭാഗത്താണ് ഹറമിൽ പോയ ആളുകൾക്കറിയാം, ഐറഷ ഭാഗത്തൊക്കെ ആയിരുന്നു അവരുടെ വീട്. അപ്പോൾ അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നടന്ന് കയറി ഹിറാ ഗുഹയിൽ പോയി ചിലപ്പോൾ ദിവസങ്ങളോളം, ചിലപ്പോൾ ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയെ സ്വാഭാവികമായിട്ടും അവിടെയുള്ള സ്ത്രീകൾ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം നൽകി, ഖദീജ റളിയല്ലാഹു അൻഹ അത്രയും സ്നേഹമെല്ലാം നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഭർത്താവ് ഒറ്റയ്ക്ക് ഇങ്ങനെ മാറിയിരിക്കുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ടും സ്ത്രീകൾ കളിയാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ അതിൽ യാതൊരുവിധ അതിലൊരു നീരസം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്യാതെ എന്താണ് റസൂലുള്ളാഹിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്, റസൂലുള്ളാഹിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ. റസൂലുള്ളാഹിക്ക് എന്താണോ ആഗ്രഹം അത് ചെയ്യുക, അതിനനുവദിക്കുക എന്നുള്ളതല്ലാതെ അതിലപ്പുറത്തേക്കൊരു ചർച്ചയോ അല്ലെങ്കിൽ അപ്പുറത്തേക്കൊരു സംസാരമോ ആ ഭാഗത്തു നിന്ന്, നമ്മുടെ ഉമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല റസൂലുള്ളാഹിക്ക് ഇനി ബുദ്ധിമുട്ടാവണ്ട, ഇനി ഭക്ഷണം എടുക്കാൻ വേണ്ടി തിരിച്ച് ഇത്രയും മറ്റും നടന്ന് വീണ്ടും അങ്ങോട്ട് പോകേണ്ട, സമയം കളയണ്ട എന്ന് വിചാരിച്ച് ഇത്രയും ഭക്ഷണ പൊതികളുമായി അല്ലെങ്കിൽ ഭക്ഷണത്തിന് ആവശ്യമുള്ള കാര്യങ്ങളുമായി നടന്ന് അവിടെ അറ്റം പോവുകയായിരുന്നു നമ്മുടെ ഉമ്മ എന്നുള്ളത്. അപ്പോൾ ഇത്തരമുള്ള ആദ്യ കാലഘട്ടം തൊട്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മുതലേ നമുക്കറിയാം എത്ര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യയാണ്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയുന്ന പോലെ ഖദീജയായിരുന്നു എൻ്റെ എല്ലാം എന്ന് എന്തുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും സന്ദർഭത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഭയന്ന് ഓടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ അടുത്തേക്കൊക്കെയാണ് നമ്മൾ സാധാരണ ഓടിപ്പോവുക. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ഓടിപ്പോകുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്കാണ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്തേക്കോ അബൂ താലിബിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്കോ ഒന്നും അല്ല പോകുന്നത്. നേരെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടിക്കൊണ്ട് പറയുകയാണ്, ജമ്മീലുനി, എന്നെ പൊതിപ്പിക്കൂ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഓടിച്ചെന്ന് ഈ ഒരു ഭയന്ന് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ചെന്ന് എന്നെ പൊതിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയന്ന് വിറച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം സംസാരിക്കുന്നില്ല. എന്നാൽ ഓടി വന്ന റസൂലുള്ളാഹിനെ ഇത് നേരെ പൊതിപ്പിക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹ ഒന്നും തന്നെ ആദ്യത്തിൽ ചോദിക്കുന്നില്ല. അതായത് എന്താണ് പ്രശ്നം, എന്ത് കണ്ടിട്ടാണ്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും ചോദിക്കുന്നില്ല. കുറച്ച് നേരത്തേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷമാണ് റസൂലുള്ള കാര്യം പറയുന്നത്. റസൂലുള്ള ഖദീജ റളിയല്ലാഹു അൻഹയോട് കാര്യം പറഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടി വന്നു. യാ ഖദീജ ലഖദ് ഖശിയതു അല നഫ്സി, എന്നെപ്പറ്റി എനിക്ക് ഭയം തുടങ്ങിയിട്ട്, അതായത് എനിക്കെന്താ സംഭവിക്കുന്നത്, നമുക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നാൽ, നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയെ ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ, മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തോന്നാൻ സാഹചര്യമുള്ളൊരു സമയമാണ്. ആ സമയത്ത് എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ സ്വപ്നത്തിൽ കണ്ടിരുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടു എന്നുള്ളത്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞ് റസൂലുള്ളാഹി ഇങ്ങനെ എൻ്റെ നഫ്സിനെ പറ്റി അല്ലെങ്കിൽ എന്നെ പറ്റിയിട്ട് എനിക്ക് പേടിയുണ്ട് അല്ലെങ്കിൽ എനിക്കെന്താ സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി പേടിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം പറയുന്ന വാചകം കല്ല അബ്ശിർ, ഒരിക്കലുമില്ല, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, നിങ്ങളെ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനം കെടുത്തുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യൂല. കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി ഖദീജ റളിയല്ലാഹു അൻഹ, കാരണം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികാവസ്ഥ പരിഗണിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ അഗതികളുമായി, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്നവരാണ്, നിങ്ങൾ സത്യം മാത്രം പറയുന്നവനാണ്, നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവിക്ക് അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം അവർ വറക്കയുടെ അടുത്ത് പോകുന്നതും വറക്ക ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പോകുന്നതും പിന്നീട് നടക്കുന്ന ചർച്ചയൊക്കെ നമ്മൾ വറക്ക ബിൻ നൗഫലിൻ്റെ ചരിത്രം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ അവിടെ പറയുകയുണ്ടായി.
എന്നിട്ട് പിന്നീട് ഈ ഒരു സാഹചര്യത്തിലൂടെ റസൂൽ അങ്ങനെ കടന്നു പോകുന്ന കുറച്ച് കാലത്തേക്ക് വഹി ഉണ്ടാവുന്നില്ല. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഇടക്കും തലക്കും വെച്ച് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ ഒരിക്കൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇനി കാണുകയാണെങ്കിൽ എന്നോട് പറയണം. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ വീട്ടിലുള്ള സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ആളെ കാണുന്നുണ്ട്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോടാണ് റസൂലുള്ളാഹി അപ്പോൾ ഉപദേശം ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുന്നില്ല. ഖദീജ റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ എൻ്റെ വലത് ഭാഗത്തേക്ക് ഇരിക്കുക. അപ്പോൾ എന്നിട്ട് റസൂലുള്ളാഹി ഇരുന്നു. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ ഇടത് ഭാഗത്തേക്ക് ഇരിക്കുക. അപ്പോൾ ഇടത് ഭാഗത്തേക്ക് ഇരിക്കുമ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അതിനുശേഷം ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിലേക്ക് ഇരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കൊന്ന് ഇരുന്നിട്ട് ഖിമാർ അല്ലെങ്കിൽ തലയിൽ ധരിച്ചിരുന്ന ആ ഒരു വസ്ത്രത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി, ഉസ്ബുത്ത്, നിങ്ങൾ ഉറപ്പിച്ചു നിന്നോളും, ഇത് മലക്കാണ്, ശൈത്താനല്ല. അപ്പോൾ മലക്കുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഹയാഇനെ പറ്റിയും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല, ശൈത്താനിയത്തിൻ്റെ സാന്നിധ്യമേ ഉണ്ടാവുള്ളൂ എന്ന് തിരിച്ചറിയാനുള്ള അത്രയും ബുദ്ധിശക്തിയും സാമർഥ്യവും ഉണ്ടായിരുന്ന ഒരു ഉമ്മയായിരുന്നു നമ്മുടേത്. അതിനുശേഷം ഒരുപാട് കാലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നില്ല. അപ്പോഴൊക്കെ സമാധാനിപ്പിക്കുന്നതെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ. കാരണം വഹി ലഭിക്കാതായപ്പോൾ ഉണ്ടായിരുന്ന മറ്റൊരു ട്രോമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയി, അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. കാരണം ഇത് മലക്കാണ് എന്നും ഞാൻ നബിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വറക്കയിലൂടെ മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് വഹി ലഭിക്കുന്നില്ല. അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വീണ്ടും മനസ്സിലാവാത്തൊരു സാഹചര്യം. അത്തരത്തിലുള്ള ഒരു വിഷമം നേരിടുമ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹ തന്നെയാണ് റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാമിനെ ആ യഥാർത്ഥ രൂപത്തിൽ, ആകാശം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓടിച്ചെല്ലുന്നത് ഖദീജ ബീവിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇറങ്ങിയ സൂറത്താണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്ന് പറയുന്ന ആ സൂറത്ത്, എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. അപ്പോൾ ഈ ഒരു വഹി ഇറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ കൈകളിൽ ഇരിക്കുമ്പോഴാണ് ഈ വഹി ഇറങ്ങുന്നത് എന്നുള്ളത്. എന്നിട്ട് ആദ്യം തന്നെ, അല്ലെങ്കിൽ പ്രബോധനത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നിർദ്ദേശം ലഭിച്ചപ്പോൾ ആദ്യമായി ഈ ഒരു പ്രബോധനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നത് ഖദീജ ബീവിയോടാണ്. ഖദീജ ബീവി ഉടൻ തന്നെ പറയുന്നത്, ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. ആദ്യമായി നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു, തവാഫ് ചെയ്യുന്നതും വുദു ചെയ്യുന്നതും നിസ്കരിക്കുന്നതും അതെല്ലാം നിർബന്ധ നിസ്കാരങ്ങളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഇബാദാത്തുകളെല്ലാം ചെയ്യുന്നത് ഖദീജ ബീവിയുടെ കൂടെയാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇത് എല്ലാ ബുധനാഴ്ചയും നമ്മളിവിടെ സീറ ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന കാലഘട്ടം തുടങ്ങി പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ നേരിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഖദീജ ബീവി കൊടുക്കുന്ന മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. സാമ്പത്തികമായും സഹായിച്ചുകൊണ്ടിരുന്നതും ഖദീജ ബീവി തന്നെയാണ്. നമുക്കറിയാം, 2 വർഷത്തേക്ക് ബനു ഹാഷിം, അല്ലെങ്കിൽ ഈ ഗോത്രത്തെ മുഴുവനായിട്ട് മക്ക മുശ്രിക്കുകൾ അവരെ ഷഅബ് അബി താലിബിൽ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊരുവിധ കച്ചവട ബന്ധവും വേണ്ട, അവർക്ക് ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ ആ മലയുടെ മുകളിൽ ഇലകൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടം അവിടെ കഴിഞ്ഞുപോയി. അന്നും ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെയുണ്ട്. കഴിച്ചിരുന്നത് ഇലകളാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഹക്കീം ഇബ്നു നിസാമൊക്കെ രാത്രി ആരും അറിയാതെ ഭക്ഷണം കൊടുത്തയക്കുമായിരുന്നു. ഈ ലഭിക്കുന്ന ഭക്ഷണം പോലും ഖദീജ ബീവി അവിടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഖദീജ ബീവി സ്വാഭാവികമായിട്ടും ഈ ഇലകളെല്ലാം ഭക്ഷിച്ച് തന്നെക്കാൾ പ്രായത്തിന് മുതിർന്ന ഈ ഖദീജ ബീവിയുടെ ആരോഗ്യനില ഓരോ ദിവസം കഴിയുന്തോറും മോശമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അപ്പോഴൊന്നും ഖദീജ ബീവിക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ്, ഞാൻ കാരണമാണല്ലോ എൻ്റെ ഭാര്യയെ അനുഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ടെൻഷൻ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരാത്തത് അത്രയും സപ്പോർട്ടീവായ, അല്ലെങ്കിൽ അത്രയും റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് സഹായിച്ച ഒരു വ്യക്തിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ എന്നുള്ളത്. ഒരിക്കൽ പോലും പരാതി പറയാത്ത, ഒരിക്കൽ പോലും ഒരു നീരസം പ്രകടിപ്പിക്കാത്ത വല്ലാത്തൊരു ജീവിതം, വല്ലാത്തൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഭാര്യ എന്നുള്ളത്.
നമുക്ക് ഖദീജ റളിയല്ലാഹു അൻഹ ഒരു അവസാന നാളുകളിലേക്ക് അടുപ്പിച്ചൊക്കെ ആയിട്ട് ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറയാണ്, അവർ വീട്ടിലിരുന്നുകൊണ്ട് പറയാണ്, ഇത് ഖദീജയാണ്, ഇപ്പോൾ ഖദീജ ഇങ്ങോട്ട് വരും. അവരുടെ കയ്യിൽ ഒരു സൂപ്പുണ്ട്, ഒരു ഭക്ഷണ പദാർത്ഥമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സലാം പറഞ്ഞയക്കുന്നു, എന്നിൽ നിന്നും അവർക്ക് സലാം. എന്നിട്ട് അവരോട് നിങ്ങൾ അറിയിക്കുക, അവർക്ക് സ്വർഗത്തിൽ ഒരു മുത്തിൻ്റെ, ഒരു പവിഴത്തിൻ്റെ ഒരു കൊട്ടാരം അവർക്ക് വേണ്ടി സ്വർഗത്തിൽ പണിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ അറിയിക്കുക. അതിൽ യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളോ ഒച്ചപ്പാടുകളോ ഒന്നുമില്ലാത്ത, ഒരു ക്ഷീണവും ഇല്ലാത്ത ഒരു സ്ഥലമായിരിക്കും അത് എന്നുള്ളത്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, എന്തുകൊണ്ടാണ് യാതൊരുവിധ ഒച്ചപ്പാടുകളോ അല്ലെങ്കിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ ക്ഷീണമില്ലാത്ത ഒരു കൊട്ടാരം ഖദീജ ബീവിക്ക് പ്രത്യേകം അങ്ങനെ തന്നെ പറഞ്ഞ് അയച്ചത് എന്നുള്ളതിന് പണ്ഡിതന്മാർ പറയുന്ന വിശദീകരണം, ഒന്ന്, ഒരിക്കൽ പോലും ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ തൻ്റെ ശബ്ദമുയർത്തിയിട്ടില്ല. തൻ്റെ ശബ്ദമുയർത്തി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും ക്ഷീണിപ്പിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആളെ ബുദ്ധിമുട്ടിക്കാനോ ക്ഷീണിപ്പിക്കാനോ നിന്നിട്ടില്ല. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രവുമല്ല, തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണോ അല്ലെങ്കിൽ ആഭരണങ്ങളോ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഖദീജ ബീവി പിന്നീട് കാര്യമായിട്ട് ഉപയോഗിക്കുകയല്ല, മറിച്ച് ഇതെല്ലാം ദാനം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറഞ്ഞ സമയത്ത് അവരോട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഖദീജ ബീവി അതിന് കൊടുക്കുന്ന മറുപടി, ഇന്നല്ലാഹ ഹുവസ്സലാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സമാധാനത്തിൻ്റെ സോഴ്സ് എന്നുള്ളത്. അല്ലാതെ അള്ളാഹു സലാം പറഞ്ഞയച്ചു, അല്ലെങ്കിൽ പറഞ്ഞയക്കുമ്പോൾ തിരിച്ച് അള്ളാഹുവിനോട് സലാം പറയലല്ല അതിൻ്റെ യുക്തി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാതെ തന്നെ ഖദീജ ബീവിക്ക് മനസ്സിലായി. നമുക്കറിയാം അത്രയും ബുദ്ധിസാമർഥ്യമുള്ള സ്ത്രീ ആയിരുന്നു അവർ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. വ അല ജിബ്രീൽ അസ്സലാം, ജിബ്രീലിനും എൻ്റെ സലാം, നിങ്ങൾക്കും എൻ്റെ സലാം എന്ന് യാ റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത്, ഇത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം അടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. അബൂ താലിബ് മരണപ്പെട്ടതിന് 3 ദിവസത്തിന് ശേഷം തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നേരിട്ട് സ്വന്തമായിട്ടാണ് ഖദീജ ബീവിയെ ഖബറടക്കുന്നത്. വല്ലാത്ത ആ ഒരു വർഷത്തെ, അല്ലെങ്കിൽ അബൂ താലിബും അല്ലെങ്കിൽ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട ആ ഒരു വർഷം ആമുൽ ഹുസ്ൻ, അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ വർഷം എന്നാണ് സഹാബത്ത് അല്ലെങ്കിൽ അന്ന് അറിയപ്പെട്ടിരുന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷമം കണ്ടിട്ട് ഒരു പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം അടുത്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം വരുന്ന രീതിയിലായി. കാരണം മാസങ്ങളോളം റസൂലുള്ളാഹി ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്നുള്ളത് മറ്റുള്ള റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിപ്പോർട്ടുകളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില നറേഷൻസ് ഉണ്ട്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹക്ക് ഈ ഒരു ഹദീസ് പറയുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ജെനുവിൻ ആയിട്ട് താൻ ചെയ്ത ഒരു അബദ്ധം കൂടി അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ ഇതുവരെ നേരിട്ട് കാണാത്ത ഒരു സ്ത്രീയാണ് ഖദീജ ബീവി എന്നുള്ളത്. പക്ഷേ ഇത്രയേറെ ഞാൻ അസൂയപ്പെട്ട വേറൊരു വ്യക്തിയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ പറ്റി പരാമർശിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവാണ്. ഒരു ദിവസം അത്രത്തോളം ഖദീജ ബീവിയെ പറ്റി പറഞ്ഞ് അപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നിങ്ങൾക്ക് അവരെക്കാൾ നല്ലൊരു സ്ത്രീയെ തന്നെ ഉദ്ദേശിച്ചിട്ട് പറയണത് കിട്ടിയില്ലേ? അല്ലാതെ ഇപ്പോഴും നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പല്ല് കൊഴിഞ്ഞ ആ ഒരു പ്രായമായ സ്ത്രീയെ പറ്റി ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം, ആയിഷ ബീവി പറയുന്നത്, വഹി ലഭിക്കുമ്പോൾ മാത്രം മാറിയിരുന്ന റസൂലുള്ളാഹിൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ശൈലിയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറി. അദ്ദേഹം വളരെ കുപിതനായി. ഇത് റസൂലുള്ളാഹിൻ്റെ അടുത്ത് നോർമലി വരുന്ന ഒരു സംഭവമല്ല. കാരണം നമുക്കറിയാം, മറ്റൊരു ഭാര്യ ഒരു ഭക്ഷണം കൊടുത്തയച്ചപ്പോൾ ആ ഭക്ഷണം ആയിഷ ബീവി തട്ടി നിലത്തേക്കിട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒന്നും മാറാതെ, ഒരു നീരസം പ്രകടിപ്പിക്കാതെ ആ ഭക്ഷണം പെറുക്കി ആ പാത്രത്തിലേക്ക് വെക്കുക ചെയ്തത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അപ്പം തന്നെ കരഞ്ഞ് അതിന് മാപ്പ് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മാപ്പ് കൊടുത്ത് അത് റസൂലുള്ളാഹി ഒരു രീതിയിലും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ല. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറിയിട്ട് റസൂലുള്ളാഹി പറയുന്നൊരു കാര്യമുണ്ട്. എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്,
വല്ലാഹി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെക്കാൾ നല്ലതായിട്ട് ഒരു സ്ത്രീ എനിക്ക് തന്നിട്ടില്ല. എല്ലാവരും എന്നിൽ അവിശ്വസിച്ച സമയത്ത് എന്നിൽ വിശ്വസിച്ചതാണ് ഖദീജ. ഞാൻ കളവ് പറയുന്നു എന്ന് എല്ലാവരും വിശ്വസിച്ച സമയത്ത് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് വിശ്വസിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. എനിക്ക് വേണ്ടി സമ്പത്ത് ഒരുപാട് ചെലവഴിച്ച ആളാണ് ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ അത് മാത്രമല്ല, എനിക്ക് കുട്ടികളെ തന്നത് അവരിലൂടെ മാത്രമാണ്. അതുകൊണ്ട് ആ ഖദീജ റളിയല്ലാഹു അൻഹയേക്കാൾ നല്ല ഒരു സ്ത്രീയെ എനിക്ക് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല എന്ന് വളരെ പോയിന്റ് ബ്ലാങ്ക് ആയിട്ട്, വളരെ ഫ്രാങ്ക് ആയിട്ട് ആയിഷ ബീവിയോട് പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, അതിനുശേഷം ഞാൻ അതിന് നിന്ന് ആ ഒരു ലൈൻ ഞാൻ ക്രോസ് ചെയ്തിട്ടില്ല, അത് താണ്ടിപ്പോകാൻ പറ്റില്ല എന്നുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അന്ന് കൃത്യമായി മനസ്സിലായി. പിന്നീടൊക്കെ നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പത്തിൽ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. ഇതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ ഒരു അറവ് നടത്തി അല്ലെങ്കിൽ മൃഗത്തെ ബലി ചെയ്ത് അറക്കുകയാണെങ്കിൽ അതിൻ്റെ മാംസം വിതരണം ചെയ്യുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് പ്രത്യേകമായി അത് കൊടുത്തു അയക്കുമായിരുന്നു. അതുപോലെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അനിയത്തി ഹാല വരുന്ന സമയത്ത് ഹാല എങ്ങാനും ആ ഭാഗത്തു കൂടെ വന്ന് അങ്ങനെ ഹാലയുടെ ശബ്ദം കേൾക്കുമ്പോൾ, അവരുടെ ഒരേ ശബ്ദമായിരുന്നു, ഖദീജ റളിയല്ലാഹു അൻഹയുടെ ശബ്ദമായിരുന്നു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറും. കാരണം ഖദീജ ബീവിയെ ഓർക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും എന്ന് ആയിഷ ബീവി പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മകൾ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം മാറുകയാണ്. പിന്നീട് നമുക്ക് ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റുന്നത് ബദർ യുദ്ധത്തിൻ്റെ സമയത്താണ്. ഇപ്പോൾ ബദർ യുദ്ധത്തിന് ശേഷം മക്ക മുശ്രിക്കുകൾ പല ആളുകളും പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിടിക്കപ്പെട്ടതിൽ ഒരു ആൾ അബുൽ ആസ് ബിൻ റബിയ. അബുൽ ആസ് അന്ന് സഹാബിയല്ല. അബുൽ ആസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്. അവർ ഒരു ട്രൈബൽ ഫേവറിറ്റിസം കാരണം അപ്പോഴും മക്ക മുശ്രിക്കുകളുടെ കൂടെ യുദ്ധത്തിൽ ആക്റ്റീവായി പങ്കെടുത്തില്ലെങ്കിലും അന്ന് ശത്രുക്കളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത് പിടിക്കപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ സ്വാഭാവികമായിട്ടും പണം നൽകി മോചനം നേടുക എന്നുള്ളതാണ്. അപ്പോൾ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി അന്ന് കൊടുത്ത പണത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിൽ ഒരു മാല കണ്ടിട്ടുണ്ടായിരുന്നു. അത് സൈനബ് റളിയല്ലാഹു അൻഹ അബുൽ ആസിനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഒരു സ്വർണ്ണമാല. അത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ആ മാല ഖദീജ ബീവി മകൾക്ക് കൊടുത്ത മാലയായിരുന്നു. അപ്പോൾ ഇത് കണ്ട് കരഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തെ ഒഴിവാക്കാനോ മാല തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യൂ എന്നുള്ളത്. സഹാബത്ത് സ്വാഭാവികമായിട്ടും അത് റസൂലുള്ളാഹിക്ക് എന്താണോ ആഗ്രഹം അത് തന്നെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വളരെ വൈകാരികമായ സന്ദർഭം. അപ്പം നമുക്ക് ഖദീജ ബീവിയുടെ മരണത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഖദീജ ബീവിയെ ഉള്ളിൽ ഓർത്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് വ്യത്യസ്ത സന്ദർഭത്തിലോ സാഹചര്യത്തിലോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മക്കൻ ഫതഹിൻ്റെ സമയത്ത്, ഫതഹി മക്ക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയ സമയത്ത് അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ താമസിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് പേര്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇസ്ലാം സ്വീകരിച്ച ആളുകളുണ്ട്. ഇവരെല്ലാവരും റസൂലുള്ളാഹി തൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധാരാളം ക്ഷണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഖദീജ ബീവിയുടെ ആ ഖബറിന് കുറച്ചടുത്തായിട്ട് അവിടെ ഒരു ടെൻറ്റ് കെട്ടി അതിലാണ് റസൂലുള്ളാഹി താമസിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഞാൻ ഇന്നത്തെ ഈ ഒരു ഖദീജ ബീവി എന്നുള്ളത് ഒരു അത്ഭുതമാണ്. ഒരു റമദാനിലൊരു നോമ്പോ അല്ലെങ്കിൽ നിർബന്ധമായൊരു നിസ്കാരമോ ഇതൊന്നും ചെയ്യാത്ത, അല്ലെങ്കിൽ ഒരു ഉംറയോ ഹജ്ജോ ഇതൊന്നും ചെയ്യാത്ത ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് ഉയർന്നത് എന്നുള്ളത് ഇന്നത്തെ സ്ത്രീകൾ ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ ഇന്നത്തെ ഭാര്യമാർ ചിന്തിക്കേണ്ടതാണ്. കാരണം ഇത്രയേറെ സ്വന്തം ഭർത്താവിന് നന്മയിൽ, സ്വന്തം ഭർത്താവ് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല, സ്വന്തം ഭർത്താവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നന്മയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് നന്മയാണെന്ന് മനസ്സിലാക്കി അതിന് എന്താണോ വേണ്ടത്, എന്ത് സപ്പോർട്ട് കൊടുത്തിട്ടാണെങ്കിലും അത് എല്ലാ രീതിയിലും അത് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്ത ഏറ്റവും വലിയ ഒരു മേന്മ എന്നുള്ളത്. അത് തന്നെയാണ് അവർക്ക് ഇത്രയും വലിയൊരു സ്ഥാനം ലഭിക്കാനുള്ള കാരണം. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു സഹാബത്തിനെ പറ്റി ചർച്ച ചെയ്യാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫതഅലല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.